Giggly Cow. Travel partner. എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത് പറയാൻ, ഞങ്ങൾ യാത്രയിലല്ലേ. എവിടെയാണ് നമ്മൾ ഫസ്റ്റ് കാണുന്ന കാഴ്ചകള് അവിടെ നമ്മള് കേറും. വെയിലാണ് കാഴ്ച. പ്ലാനൊന്നും ഇല്ല, ഇങ്ങനെ പോവാ. ഹാപ്പി ജേണി അത്ര. അങ്ങനെ ഗൈസ് ഞങ്ങള് എത്തിയിട്ടുണ്ട്. നമ്മള് നടന്നിട്ടുള്ള ഓരോ വിശേഷങ്ങളും കാഴ്ചകളും ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, എന്താ എനിക്ക് തോന്നണേ ഈ വീട്ടിൽ ആളുണ്ടാവാതിരിക്കണം. അവിടെ ഒരു CCTV ഒക്കെ ഉണ്ട്. ഇതിൽ ഒരുപാട് ഏരിയകൾ ഉണ്ട് കേട്ടോ. നോ പാർക്കിംഗ് ആണ് അവിടെ. അതല്ലേ ഞാൻ പറയണ എന്താ വെച്ചാല് നമ്മളിങ്ങോട്ട് ആദ്യമായിട്ടാണല്ലോ, നമുക്ക് നേരിട്ട് പോവാം. കാരണം ഇതില് ലാൻഡ് കളക്ഷൻസ് അടിപൊളി. എന്താ മേറ്റൊക്കെ നോക്കാം. വണ്ടി നമ്മൾക്ക് എല്ലായിടത്തും അങ്ങനെ ഏരിയകളുണ്ട് അല്ലേ. ബൈക്കുമ്പോ നടക്കാ. അപ്പൊ എന്താണ് നമ്മള് ഫോർട്ട് കൊച്ചിയില് ആണുള്ളത്. ഇവിടെ ഏറ്റവും അട്രാക്റ്റീവ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഓരോ ബിൽഡിങ്സും, അതുപോലെ തന്നെ ഇവിടുത്തെ വിദേശികൾക്ക് എന്നല്ല എല്ലാവർക്കും സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള കോട്ടന്റെ ഡ്രസ്സസ് ഒക്കെയാണ്. നല്ല ഭംഗിയുള്ള, നല്ല ഇവിടെ എന്ന് പറഞ്ഞാല് ഒരു എസ്തെറ്റിക് രീതിയിലുള്ള ബിൽഡിങ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഏതൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിലും അതിന് നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടുന്ന. ഞാൻ അത്ര വലിയ എക്സ്പേർട്ട് അല്ല വീഡിയോ എടുക്കുന്നതിലും ഫോട്ടോ എടുക്കുന്നതിലും ഒക്കെ, പക്ഷെ എന്റെ സിസ്റ്റേഴ്സ് ഒക്കെ മച്ച് ബെറ്റർ മീ. അതുകൊണ്ട് ഞാൻ എടുക്കുന്ന വീഡിയോ ഒക്കെ കുഴപ്പമില്ല.
ഞങ്ങള് ബൈക്കിലായതുകൊണ്ട് ഓരോ കൂട്ടാനും പറ്റില്ലല്ലോ. ഓക്കെ, പിന്നെ പിറകിൽ കാണുന്ന ഇത് എനിക്ക് നല്ല ഇഷ്ടമായി. ഈ ഒരു ബിൽഡിങ് നല്ല അടിപൊളി ബിൽഡിങ്. എല്ലാതും ഇവിടെ ഓരോ ബിൽഡിങ്ങും നല്ല എസ്തെറ്റിക് ആയിട്ട് നല്ല രസമല്ല ബിൽഡിങ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഡ്രസ്സസ് ഒക്കെ നല്ല കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ആയിട്ടും നല്ല ഭംഗിയുള്ള ഡ്രസ്സസ്. വിൻഡോസ് വുഡാണ് ആ വിൻഡോസ് ഒക്കെ. അതുപോലെ ഇപ്പൊ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ വേണോ ഒരു ഓടിട്ടത് നല്ല ഭംഗിയുണ്ട് കാണാൻ. പണ്ടത്തെ രീതിയിലുള്ള ഡോറുകൾ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതാണ്. സ്ഥിതിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്നതാണ്. ഭയങ്കര ഇഷ്ടമാണ്. എന്റെ അനിയത്തികളൊക്കെ അതേ എന്നെ പറഞ്ഞു വിട്ട് തന്നെ. ഓൾറെഡി ഞാൻ ഇനിയിപ്പോ എനിക്ക് എന്ത് വീഡിയോ എടുക്കുകയാണെങ്കിൽ എന്തോ ആണെങ്കിലും ഞാൻ എന്റെ സിസ്റ്റേഴ്സ് ആണ്, ഒരു ട്വിൻസ് ആണ്, ഒരിടത്ത് പറയലാണ് ചെയ്യുക. ഞാനിപ്പോ അവര് സ്മരിക്കുന്നു, നന്നായിട്ട് സ്മരിക്കുന്നു. അതെന്ന് പറഞ്ഞാല് അവര് നല്ല മിസ് ചെയ്യുന്നുണ്ട്. കാരണം എന്റെ ഏത് നല്ല വീഡിയോസ് ആണെങ്കിലും അതിന്റെ ക്യാമറമാൻ അല്ലെങ്കിൽ അതിന്റെ പിറകിലെന്ന് പറയുന്നത് എന്റെ സിസ്റ്റേഴ്സാണ്. ഞങ്ങൾ രണ്ടുപേരും ഈ വീഡിയോ എടുക്കുന്നതിൽ ഭയങ്കര വീക്കായിട്ടുള്ള രണ്ടാൾക്കാരാണ്. അത്ര നല്ല വീഡിയോഗ്രാഫേഴ്സ് അല്ല ഞങ്ങൾ. അല്ല, ഞാനും എന്റെ ഹസ്ബൻഡും വീഡിയോ എടുക്കുന്നതിൽ നല്ല വീക്കാണ്. അപ്പൊ ഞങ്ങൾക്കുള്ള എന്തിനിപ്പം എഡിറ്റിംഗ് ആയിക്കോട്ടെ, അതിന്റെ വീഡിയോ എടുക്കുന്നതായിക്കോട്ടെ, ഞാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സെൽഫ് അങ്ങനെ എന്താ പറയാ, സെൽഫായിട്ട് ഇപ്പൊ എന്റെ ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കിയല്ലോ, എന്റെ ഒരുപാട് സെൽഫായിട്ടുള്ള ഒരു ക്രിഞ്ച് വീഡിയോസ് ഒക്കെ കാണും. അതൊക്കെ ഇട്ട് തന്നെ എന്റെ സിസ്റ്റേഴ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. സോ ശരി, ഇപ്പൊ ഇന്ന് നമ്മള് ഒരു പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ടും ബൈക്കിലാണ് വരുന്നത് കൊണ്ടും ഞങ്ങൾക്ക് അവരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. സോ അവര് ഞാൻ നന്നായിട്ട് മിസ് ചെയ്യുന്നു. ഇവിടെയുള്ള ഓരോ എസ്തെറ്റിക് പിന്നെ സ്പോട്ടിലും പിന്നെ അതിലേറെ എസ്തെറ്റിക് ആയിട്ട് ഒരു എടുക്കാൻ നേരും. ഞങ്ങൾക്കിനി കന്യാകുമാരി എത്തണം. നമ്മളിവിടെ എത്ര ടൈം പിന്നെ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾക്ക് അവിടേക്ക് വൈകിക്കൊണ്ടേയിരിക്കും. സോ ഇവിടുന്നും കുറച്ചധികം ലോങ് ഉണ്ട്. നമ്മൾ പിന്നെ വിചാരിക്കുന്ന വെച്ചാൽ ഇത്ര വെയിലത്ത് റൺ ചെയ്യാന്ന് പറഞ്ഞാല് എല്ലാരും അവിടുന്ന് വീഡിയോസ് എടുക്കാണ്. എന്തായാലും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങള്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് യെല്ലോ, ആ ഒരു അയൺ എന്നാണ് തോന്നുന്നത് ആ ഫിലിമിന്റെ പേര്. അതിലുള്ള അത് അതിന്റെ ആ സൈഡിൽ ഇരുന്നാണ് എനിക്കൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ട്. ആ യെല്ലോ സൈഡില് ഫോട്ടോ എടുത്തിട്ടില്ല. അപ്പൊ ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് ബൈ ബൈ പറഞ്ഞപ്പോ ഇവിടെ പാർക്കൊക്കെ ഉണ്ട് ഗൈസ്. നാല് ഭാഗത്തൂടെ എന്ന് പറഞ്ഞാല് സെന്ററില് ഇതേപോലത്തെ ഓരോ ഷോപ്പുകൾ, അതിന്റെ ബാക്ക് സൈഡ് കൂടിയും അതിന്റെ സൈഡ് 4 സൈഡ് കൂടിയും ഇതുപോലെ റോഡ്സ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്തിട്ട്. ഇതിപ്പം എനിക്ക് ഓർമ്മയില്ല, നമ്മുടെ കോഴിക്കോടുള്ള മിഠായി തെരുവ് പോലെ സെന്ററിൽ ഇങ്ങനെ അതിന്റെ ഇടയ്ക്ക് ഇവിടെയൊക്കെ ഉള്ള ഗുജറാത്തി സ്ട്രീറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെയാണ് എനിക്ക് ഫീൽ ആവുന്നത് കേട്ടോ. അതുപോലെ ഗുജറാത്തി സ്ട്രീറ്റ് പോലെ എല്ലാ സൈഡിലൂടെയും വഴിയുണ്ട്. ഞാനിപ്പോ തിരയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ബിഗ് ബി ഫിലിം ഉണ്ടല്ലോ, അതില് മമ്മൂട്ടി അവിടെ ഓരോരു വീട് അതിൽ കാണിക്കുന്നുണ്ട്. ആ വീട് എവിടെയാന്നാണ് ഇപ്പൊ ഞാൻ അന്വേഷിക്കണം. ഇതെവിടെയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഇങ്ങനെ അന്വേഷിച്ച് പോവാണ്. എവിടെയാന്നുള്ളത് കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല, ചോദിച്ചിട്ടില്ല. പക്ഷെ എന്തോ നമ്മളിങ്ങനെ അന്വേഷിച്ച് പോവാണ്. ഇനി നമുക്ക് തിരിഞ്ഞ് നമ്മുടെ ബൈക്കിന്റെ അടുത്ത് എത്തണം. ഹലോ ഗൈസ്, അതിന്റെ നേരെ മുൻപ് നിന്നാണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതാണോ? പക്ഷെ ഇതാണത്. കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ബിഗ് ബി ലൊക്കേഷനിൽ നിന്ന് നമ്മളിങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കാണ്. എങ്ങോട്ടാ ഇതെവിടെ എത്താതൊന്നും അറിയില്ല. വെള്ളത്തിന് ദാഹിക്കുന്നുണ്ട്, പക്ഷെ വെള്ളം വെക്കുന്നു. ഉച്ചക്ക്
ബിരിയാണിയാണ് കഴിച്ചിട്ടുള്ളത്, അതുകൊണ്ടായിരിക്കണം. ഞങ്ങള് കുറച്ചു മുൻപ് ഇനി ലേറ്റ് ആവണ്ട, ലേറ്റ് ആയാലും അങ്ങനെ ഭയങ്കര വെയില് നേരെ പോവാന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എന്നെ കാണുമ്പോ പോവാൻ തോന്നുന്നില്ല. വണ്ടിയാ പോയാൽ എങ്ങോട്ട് എത്താമെന്ന് അറിയില്ല. ആണോ? എന്താണ് ഈ പള്ളിന്റെ പ്രത്യേകത? പള്ളി അല്ലത്? ഒരുപാട് ആളുകൾ അവിടെ അകത്ത് കയറിയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. കാണിച്ചത് ഒരുപാട് ഷോപ്പുകൾ ഇതിന്റെ സൈഡിലൂടെ. നമ്മള് ഇപ്പൊ ഒന്നിന്റെ ഇടയിൽ കണ്ട ഒരു വേ ആണത്. നമുക്കിതിലിങ്ങനെ പോയി നോക്കിയാൽ നമ്മൾ എവിടെ എത്തും അറിയില്ല. പോയി നോക്കാം. സർപ്രൈസ്. അറ്റ്ലാസ്റ്റ് ഞങ്ങള് ഇത് കണ്ട ആ ഒരു വയക്കൂടെ വന്നപ്പോ ഞങ്ങൾ എത്തിപ്പെട്ടത് കൊച്ചിക്കായൽ. കായൽ, കൊച്ചിക്കായലിന്റെ അടുത്താണ് ഗൈസ്. ഇവിടെ നല്ല അടിപൊളി, നല്ല വെയിലാണ്. പക്ഷെ ആരും അങ്ങോട്ട് ഇറങ്ങുന്നില്ല. എല്ലാവരും ഈ ഒരു ഏരിയയിൽ ഇവിടെ ഒരുപാട് മരങ്ങളും തണലാണ്. എല്ലാവരും ഇവിടെ ഇരിക്കാണ്. അപ്പോൾ അവിടെ കായലിലാണെങ്കിൽ കപ്പൽ നങ്കൂരിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ജങ്കാറ ബോട്ട് ഉണ്ടാവുമല്ലോ, അതാണത്. എന്ത് ബോട്ടാ കൈസ് എനിക്കറിയില്ല. അങ്ങനെയുണ്ട്. അങ്ങനെ ഭയങ്കര വെയിലാണ് ഗൈസ്. അപ്പൊ നീ ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ചു. നല്ല കാറ്റ്, ചെറിയൊരു കാറ്റുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ച് എന്തായാലും അപ്രതീക്ഷിക്കാത്ത ഈ കൊച്ചി നമ്മുടെ വിഷ് ലിസ്റ്റിൽ ഇല്ലായിരുന്നു കേട്ടോ. വിഷ് ലിസ്റ്റില് കൊച്ചി ഇല്ലായിരുന്നു. ഞങ്ങൾ നേരിട്ട് കന്യാകുമാരി പോവുക. അവിടെ ആ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ, അവിടെ അതിലൊന്ന് കയറുക. പിന്നെ അവിടെ ചെറിയ വാട്ടർഫോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. അത്രേ ഉള്ളായിരുന്നു നമ്മളെ പ്ലാനില്. പക്ഷെ ഇത് ഇന്നലെ എന്തുകൊണ്ടോ ഒരു ടൈം ആയപ്പോൾ നമുക്ക് ചെറിയൊരു ഉറക്ക ക്ഷീണം വന്നപ്പോൾ നമ്മൾ ഈ കൊച്ചിയിലാണ് ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ നേരെ അവിടെ ആ ഒരു ഹോട്ടൽ, ആര്യാസ് ഹോസ്റ്റലിൽ എന്താ പറയുക, റൂം എടുത്തതും ഒക്കെ ഒരു നമ്മൾക്ക് ഇവിടെ കാണണം എന്നുള്ളത് നമ്മളെ ഒരു ഒക്കെ ചെയ്യോ. അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് എന്തായി നമ്മൾ കാണാത്ത. എനിക്ക് ഫാമിലീനെ കൊണ്ട് ഇപ്പം ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാമിലി ഒരാൾ പാർക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി ഉപ്പച്ചിയൊക്കെ വന്നിട്ട്, ഉപ്പച്ചി നാട്ടിലെത്തിയിട്ട് ഉപ്പാനൊക്കെ കൊണ്ടിങ്ങോട്ട് വരണം എന്നാണ്, ഫാമിലി ആയിട്ട് വരണം എന്നാണ്. അവർക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കണം. അപ്പം മനസ്സിലായല്ലോ ഇപ്പം എന്താണ് എവിടെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവരൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് ഇത് കാണിച്ചു കൊടുക്കണം എന്നാണ് ആഗ്രഹം. ഇൻഷാ അല്ലാ. ഇനിയിപ്പോ നമ്മളിത് പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇനി ഇവിടെ ഒരുപാട് നടന്ന് പോയി കാണാനുണ്ട്. പക്ഷെ അത്ര വെയിലായതുകൊണ്ടാണ് അത്രയും നമ്മൾ നടന്നാണ്ട് എക്സ്പ്ലോർ ചെയ്യാത്ത കേട്ടോ. കുറേ ഉണ്ട് ഇതിൻ്റെ അകത്തൂടെ ഒരുപാട് നടന്ന്. ഇപ്പം ഇനി അവിടെ ആണെങ്കിൽ തന്നെ ഇങ്ങനെ കായലിലേക്ക് ഇറക്കിയിട്ടിരുന്ന ആ തിട്ടൊക്കെ ഉണ്ട് അവിടെ. ആ തിട്ടൻ്റെ അറ്റത്തൊക്കെ പോയിട്ട് നല്ല ഭംഗിയായിരിക്കും. പക്ഷെ ഐ പ്രോമിസ് യു, എന്താ പറയാ, എനിക്ക് എൻ്റെ ഫാമിലിനെയും കൊണ്ടുവരണം. എല്ലാവരും വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ
ആ ഫാമിലിനെയും കൊണ്ട് വന്നിട്ട് എനിക്ക് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് ആഗ്രഹം. എന്ന് പറഞ്ഞാല് ഞാൻ വീഡിയോ എടുക്കുന്നതിലൊക്കെ ഞാൻ ഭയങ്കര വീക്കായിട്ടുള്ള ആളാണ്. അപ്പോൾ നല്ല എസ്തെറ്റിക് ആയിട്ട് നല്ല ഭംഗിയിൽ നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുക്കുക ഉള്ള ഓരോ സ്പോട്ടുകളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ അത് നമുക്ക് അത്രയും കണ്ട് അതിൻ്റെ ഭംഗി നമുക്ക് അത്ര രീതിയിൽ ഒപ്പിയെടുക്കാൻ കഴിയാത്തതുകൊണ്ട് മസ്റ്റായിട്ട് ഞാൻ എൻ്റെ ഫാമിലിനെ കൊണ്ടുവരും, എൻ്റെ സിസ്റ്റേഴ്സിനെ കൊണ്ടുവന്നിട്ട് എല്ലാവരും അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നതായിരിക്കും. വെയിലാണ്, അസഹിക്കപ്പെടുന്ന വെയിലാണ്. ഓക്കെ, അല്ല കലിങ്ക് കലിങ്ക് എന്നാണ് അതിന് പറയാ, കലിങ്ക് എന്നാണ് പറയാ. ഓക്കെ, അപ്പൊ ഞങ്ങള് ജസ്റ്റ് ആയിരുന്നു ഞങ്ങൾ ഇരുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചും കൂടെ നടന്നു വന്നപ്പോൾ ഇതുപോലത്തെ ഒരു കലിങ്ക് എന്നാണോ പറയാന്നുള്ളത് എനിക്കറിയില്ല. ഇങ്ങനെ കടലിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ള ഉണ്ടാവുമല്ലോ. എനിക്ക് തോന്നുന്നത് ഈ കപ്പലുകളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ആ ഒരു അങ്ങനെയൊക്കെയുള്ള ഒരു ഏരിയ ആയിരിക്കും. അപ്പൊ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തം കണ്ടോ വല ഇട്ടിട്ടുണ്ട്. ഹലോ, മൊത്തത്തിൽ ഇവിടൊക്കെ മീൻ പിടിക്കാനുള്ള ഞാനൊക്കെ അത് സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു വിഷയമാണ് കേട്ടോ. സിനിമയിൽ ഇപ്പം കുമ്പളങ്ങി നൈറ്റ്സിലൊക്കെ ഇങ്ങനത്തെ ഓരോരോ സീനുകൾ കണ്ടിട്ടുണ്ട് അല്ലേ. അതേപോലത്തെ ഓരോരോ സംഭവങ്ങളാണ് ഇവിടെ കാണുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഡോഗ് എന്തിൻ്റെയോ നല്ല സുഖട്ടോ. അവിടെ കൂട്ടത്തോടെ ഡോഗുകള് അതിലേക്ക് ഇതിൽ ഓളം അങ്ങോട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. വെള്ളം അങ്ങനെ ഓളം തള്ളിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. കടലിലെല്ലാതാനും അതെനിക്ക് തോന്നുന്നത് ഈ ബോട്ടൊക്കെ പോയിട്ടായിരിക്കണം അങ്ങനെ. എനിക്ക് എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? എന്താ പറയാ, വൈബ് ആസ്വദിക്കാം, വേറെന്താ പറയാ. പക്ഷേ അങ്ങനെ നമ്മളിവിടെ എത്തി. നമ്മൾക്ക് നമ്മുടെ ബൈക്കിന്റെ അടുത്ത് എത്തണം ഗൈസ്. മെട്രോ ആണ്, വാട്ടർ മെട്രോ. നമ്മുടെ വാട്ടർ മെട്രോ ആണോ തോന്നുന്നു ഗൈസ്. ഒക്കെ ആളുകൾ കയറുന്നുണ്ട്. വാട്ടർ മെട്രോ ആണ്. അപ്പൊ ഗായ്സ് ഞങ്ങള് ഫോർട്ട് കൊച്ചിയോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് തിരിച്ച് റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഫോർട്ട് കൊച്ചി വ്ളോഗും ഈ ഒരു ചെറിയൊരു വ്ളോഗ് ഇവിടെ അവസാനിക്കാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത വ്ളോഗിൽ ഡീറ്റെയിലായിട്ട് ഇനി മുന്നോട്ടുള്ള യാത്ര നമ്മൾ പറയുന്നതായിരിക്കും. ഇനി ഉത്സവവും ഇന്നത്തെ ഈ ഫോർട്ട് കൊച്ചി വ്ളോഗ് ഇന്നിവിടെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്തതായിട്ട് നമ്മുടെ തുടർന്നുള്ള യാത്രയുടെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പൊ ഞങ്ങള് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. എത്ര വട്ടമല്ലേ ഞാൻ പറഞ്ഞത്. ടാറ്റാ, ഗുഡ് നൈറ്റ്.